പ്രോസിക്യൂഷന് പിൻബലമേകാൻ തെളിവുകളില്ലേ എന്നാണ് സൂപ്പർ പ്രൈം ടൈം അടുത്തതായി ചർച്ച ചെയ്യുന്നത്. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള, ഈ കാര്യങ്ങളെല്ലാം വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും വന്നതാണ്. ആ ഘട്ടത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രോസിക്യൂഷൻ വാദിച്ച ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഞാൻ ചുരുക്കി പറയാം. ഒന്ന്, ഒരാൾ തള്ളിയാലല്ലാതെ ഈ രൂപത്തിലുള്ള മുറിവുകൾ വരില്ല. അതിൻ്റെ കാരണമായി പറയുന്നത്, ഒരാൾ ചാടുകയാണ് എങ്കിൽ ഈ ട്രെയിനിൻ്റെ ഒരു പവർ കൊണ്ട് അടുത്തേക്കാണ് ഈ ശരീരം വലിച്ച് അടുപ്പിക്കപ്പെടുക. അങ്ങനെയെങ്കിൽ ആ ട്രാക്കിൽ തന്നെയാകും വീഴുക. ഇതങ്ങനെയല്ല, ഒരു അടുത്ത ട്രാക്കും കഴിഞ്ഞ് അതിൻ്റെ അടുത്ത ട്രാക്കിൻ്റെ പകുതിയിലാണ് ഈ സൗമ്യ ചെന്നു വീഴുന്നത്. ഒന്ന്. രണ്ട്, ഇനിയിപ്പോൾ ആത്മഹത്യ ചെയ്യാൻ ചാടിയാൽ പോലും മനുഷ്യൻ്റെ സ്വാഭാവികമായൊരു പ്രേരണയുണ്ട്, കൈയും കാലും കുത്തുക എന്നത്. അത്തരം മുറിവുകൾ ഇവിടെ കാണാനില്ല. അതുപോലെ തന്നെ ട്രെയിനിനകത്ത് തലയിടിച്ച പാടുണ്ട്. പുറത്തുനിന്ന് തള്ളിയത് കൊണ്ട് മാത്രം വീഴാൻ കഴിയുന്ന അത്രയും അകലത്തിലേക്കാണ് സൗമ്യ വീണത്. ഈ കാര്യങ്ങളൊക്കെ നിരത്തുന്നുണ്ട്. ആളൂരിൻ്റെ വാദഗതികൾ വെറുതെ അങ്ങ് അവഗണിക്കുകയല്ല കോടതി ചെയ്തത്, ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള. അല്ലാതെ വേണു പറയുന്നുണ്ടെങ്കിലും വേണുവിൻ്റെ പ്രസൻറ്റ് ചെയ്യുന്ന രീതി നന്നായിട്ടുണ്ട്. പക്ഷേ ഇതിൽ എനിക്ക് തോന്നുന്നത് ശിക്ഷ ഒരിക്കലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ ഗോവിന്ദചാമിക്ക് കഴിയില്ല എന്നുള്ളതാണ് എൻ്റെ. കാരണം ഇതിൽ ചില പാളിച്ചകൾ ഇതിനെ സംബന്ധിച്ചിടത്തോളം പ്രോസിക്യൂഷൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. പ്രോസിക്യൂഷൻ ഞാൻ അടിവരയിടുന്നു. കാരണം മരണം കരുതിക്കൂട്ടിയുള്ള നരഹത്യ എന്നുള്ളത് വരുത്തേണ്ടത് പ്രോസിക്യൂഷൻ്റെ ചുമതലയാണ്. ഗീത അതിലേക്കാണ് സൂചന പറഞ്ഞത്. ഗീത നിയമം അറിയില്ലെങ്കിലും ഞാൻ അതുകൊണ്ട് ആളൂർ പറഞ്ഞ എല്ലാം പറഞ്ഞ അവസരത്തിൽ ആ മരണകാരണം എന്നുള്ളത് വന്നില്ലെങ്കിൽ എക്സെപ്ഷനിൽ വരും. പറഞ്ഞാൽ കുറഞ്ഞ ശിക്ഷ 304 ആയിട്ടങ്ങ് മാറും. അത് മാറിപ്പോയാലുണ്ടാകുന്ന അപകടമാണ്. അതിനെ ഗെറ്റ് ഓവർ ചെയ്യാനുള്ള ശ്രമത്തിൽ തോമസ് പി ജോസഫിന് സാധിക്കും എന്ന് ഞാൻ, കാരണം ഒരു എത്രയോ കൊല്ലം സീനിയർ ജഡ്ജിയായിട്ടിരുന്ന ഒരാൾ, ഹൈക്കോടതിയിൽ സീനിയർ ഇരുന്ന ഒരാൾ റിട്ടയർ ചെയ്തതാണ്. അപ്പോൾ അദ്ദേഹത്തിന് സാധിക്കട്ടെ. ഏതായാലും അങ്ങനൊന്നും ഈ ഗോവിന്ദചാമിക്ക് രക്ഷപ്പെട്ടു പോകാൻ ഇത് സാധിക്കില്ല. ഞാൻ വേണുവിനോടൊരു കാര്യം, വേണു ഇങ്ങനെ വൈകാരികമായിട്ട് പറയുമ്പോൾ, വേണു ഒരു നല്ല ചിന്തിക്കുന്ന ഒരു നല്ല പത്രപ്രവർത്തകൻ, ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മളൊരു കേസിനെ പറ്റി സമീപിക്കുമ്പം നാളെ ഒരു സിസ്റ്റത്തെ പറ്റിയാണ് പറയുന്നത്. ഇവിടുത്തെ കേരളത്തിൻ്റെ പാളിച്ച എന്താണെന്നുള്ളത് നമ്മൾ കണക്കാക്കണം. ഇതൊരു കേസിലല്ല. ഒരാഴ്ച മുമ്പ് ഇതേപോലെ സംഭവത്തിൽ 10 മിനിറ്റ് ഇവിടുത്തെ 131 പേജിൽ എഴുതിയ ജഡ്ജ്മെൻറ്റ് 10 മിനിറ്റ് കൊണ്ട് സുപ്രീം കോടതി ബേസിക്കായ 2 കാര്യം കൊണ്ട് വലിച്ചെറിഞ്ഞപ്പം ഞാൻ ദൃക്സാക്ഷിയാണ്. അപ്പോൾ എന്തുകൊണ്ടാണിത്? ഈ പ്രോസിക്യൂഷൻ ഇതൊന്നും വേണ്ട, തെളിവുകളൊക്കെ കുറേ കൊണ്ടുവന്ന് പ്രോസിക്യൂട്ടർ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നു. അതിൻ്റെ അപാകത സുപ്രീം കോടതിയിൽ ഉണ്ടാകുന്നു. ജയകൃഷ്ണ മാഷ കേസ് നിങ്ങൾ നോക്ക്, ഓരോ കേസും എടുത്ത് നോക്ക്, എവിടെയായിരുന്നു സത്യം? അപ്പോൾ ഇതിൽ കൊണ്ട് ഈ തെളിവുകൾ എങ്ങനെ നഷ്ടപ്പെടുന്നു? അത് നമ്മുടെ പോലീസിൻ്റെ കുറ്റമുണ്ട്, നമ്മുടെ പ്രോസിക്യൂഷൻ്റെ കുറ്റമുണ്ട്. ഇപ്പോൾ പ്രോസിക്യൂട്ടറാണ് എല്ലാവരും ഗവൺമെൻറ് പുറകെ അങ്ങ് നടക്കും. കാരണം പ്രോസിക്യൂട്ടറായി ജയിക്കും, പേര് കിട്ടും. ഡിഫൻസ് ലോയർ ആകുമ്പോൾ കേരളത്തിൽ ആളെ കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പോൾ ജഡ്ജിമാർ ഉൾപ്പെടെ, അപ്പോൾ ഈ സിസ്റ്റത്തിൻ്റെ അപാകത കൂടി വേണു ചർച്ച ചെയ്യണം, വേണു മനസ്സിലാക്കണം, ജനങ്ങളെ ബോധവൽക്കരിക്കേണ്ടവർ നിങ്ങൾ. അതേ സമയത്ത് ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ ശിക്ഷ കിട്ടും 100%, എനിക്ക് ഉറപ്പുണ്ട്. ശിക്ഷ കിട്ടും. പക്ഷേ ബലാത്സംഗ കുറ്റം മാത്രമായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻപിള്ള, ഇതേ രൂപത്തിലാണ് പ്രോസിക്യൂഷൻ്റെ ഈ കാര്യത്തിലുള്ള പുരോഗതിയെങ്കിൽ അല്ല, അതിനെ സംബന്ധിച്ചിടത്തോളമാണ് വേണു ഞാൻ സൂചിപ്പിച്ചത് തന്നെയാണ്. 302 വരുമ്പം ഈ ഒരു സാഹചര്യം വരുമ്പോൾ 302 നരഹത്യ, ബോധപൂർവമുള്ള നരഹത്യ. ആ നരഹത്യ എന്നുള്ളതിൻ്റെ ആ ഇൻഗ്രീഡിയൻ്റ് ഇല്ല എന്നാണ് നിങ്ങളതിപ്പോൾ, ഞാനത് വായിച്ചിട്ടില്ല. അങ്ങനെ വന്നാൽ ഏറ്റവും വലിയ പാളിച്ച ആരുടേതാണ്? പ്രോസിക്യൂഷൻ്റേതാണ്. അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ കാര്യത്തിൽ പരമാവധി ശിക്ഷ കിട്ടണമെന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഇങ്ങനെയുള്ള ചർച്ചകൾ വരുമ്പോൾ, ജനങ്ങളുടെ മുമ്പിൽ വരുമ്പം ഞാൻ പറയുന്ന കേരളത്തിൽ എന്താ, കേരളത്തിലെ ഒരു സ്ഥിതിവിശേഷം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആരും ഇത്തരം കാര്യം പണ്ട് അങ്ങനെയല്ല. എല്ലാ വിഭാഗങ്ങളും പിന്നെ ഡോക്ടർമാരുടെ സംവിധാനമായി എല്ലാം ഒത്തൊരുമിച്ച് അതിൻ്റെതായ ഇതിലിപ്പോൾ ദൃക്സാക്ഷികളില്ല, സാഹചര്യ തെളിവാണ് ഉള്ളത്. അങ്ങനെ വരുമ്പോൾ ദൃക്സാക്ഷി ഇല്ലാത്ത കേസ് ശരി സമ്മതിച്ചു. അല്ല, ഞാൻ പറയുന്നത് ഇപ്പോൾ കോടതി ഇത്ര നിഷ്കളങ്കമായ സംശയങ്ങളാണോ ചോദിക്കേണ്ടത്? ഇല്ലാത്ത കേസിലാണ് പെട്ടെന്ന് ശിക്ഷിക്കാൻ പറ്റും. ശരി നിഷ്കളങ്കമായി ഇങ്ങനെ ചോദിക്കാൻ കഴിയുമോ? അയാൾക്കൊരു കൈയില്ലല്ലോ. കോടതി ചോദിച്ച് അല്ല സാർ, അയാൾക്കൊരു കൈയില്ലല്ലോ. അയാൾക്ക് ആ കൈ കൊണ്ട് എങ്ങനെ ഒരാളെ പുറത്തേക്ക് എറിയാൻ കഴിയും? ഹാബിച്വൽ ഒഫൻഡർ ആണ് ഇയാൾ. 7ഓളം കേസുകളുണ്ട്. 7ഓളം കേസുകളുണ്ട്. സ്ത്രീകളെ തന്നെയാണ് തെരഞ്ഞെടുപ്പിച്ച് ആക്രമിച്ചിട്ടുള്ളത്. അല്ലെന്ന് ഞാൻ ചോദിക്കട്ടെ, അതെല്ലാം തെളിവിൽ വരുന്ന കാര്യങ്ങൾ പറയുന്ന അവസരത്തിൽ കോടതികൾ അത്ര, സുപ്രീം കോടതി ജഡ്ജിമാർക്ക് ഇതിലങ്ങനെ പ്രത്യേക താല്പര്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ അവരെല്ലാം പരിശോധിക്കും. പിന്നെ ഒരു വലിയ പാളിച്ച ഞാൻ പറഞ്ഞുതരാം. പറയുമ്പോൾ എന്നോട് ആ ഡോക്ടർ തെറ്റുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹം പറയുന്നു, ഞാൻ എൻ്റെ ഇതെല്ലാം എഴുതി എടുത്തിട്ട് കൊടുത്തു. ആ ചെയ്തത് തന്നെ അദ്ദേഹം വൈകാരികട്ടല്ലേ?
ഒരു ഡോക്ടറുടെ അടുത്ത് കൊടുക്കുന്ന മൊഴി സ്വീകരിക്കരുതെന്ന് പറഞ്ഞാണ് കേരള ഹൈക്കോടതിക്കാർ പറഞ്ഞിട്ടുള്ളത്. ഡോക്ടർക്ക് ഇത് ഡോക്ടർ പണി അതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ജഡ്ജ്മെന്റ് ഉണ്ടാവുകയും ആ ജഡ്ജ്മെന്റ് പേരിൽ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു അപ്പീൽ കേരള ഹൈക്കോടതി. പക്ഷേ സാർ ഇതൊരു എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ആയിട്ടാണ് കോടതി അത് പരിഗണിക്കുകയും സാധുത കൽപ്പിക്കുകയും ചെയ്യും. എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അല്ല. നോക്കൂ, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ ഏറ്റവും വീക്കായ ഒരു എവിഡൻസ് ആണ്. അത് ഒരിക്കലും ഇൻഡിപെൻഡൻ്റായി എടുക്കാൻ സാധിക്കില്ല. വേറൊന്നിനെ കൊറാബറേറ്റ് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കൂ. അറിയോ? പക്ഷേ സാർ ഈ വിചാരണ കോടതിയിലും ഹൈക്കോടതിയിലും ഏറ്റവും വലിയ ശിക്ഷ ഇദ്ദേഹത്തിന് കിട്ടിയത് ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷന്റെ ഒരു ബലത്തിലാണ്. ഞാൻ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കേരള ഹൈക്കോടതിയും കേരളത്തിലെ ജുഡീഷ്യൽ സിസ്റ്റവും പോലീസും വളരെ നിയമശാസ്ത്ര നീതിയെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ കാഴ്ചപ്പാട് വൈകല്യത്തിലേക്ക് പോകുന്നു. സുപ്രീം കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജസ് ഹൈക്കോടതി ജഡ്ജിമാരായിരുന്നില്ലേ സാർ? സുപ്രീം കോടതിയിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് ഏറ്റവും നിഷ്പക്ഷവും വികാരപരവുമല്ലാത്ത നീതി നിർവഹണത്തിലേക്ക് നീതിപീഠങ്ങൾ എത്തുന്നത്. ഞങ്ങൾ പറഞ്ഞ വികാരപരമായിട്ടല്ല ക്രിമിനൽ കേസിനെ സംബന്ധിച്ച് തെളിവാണ്. ആ തെളിവ് പറയുന്നുവെങ്കിൽ ഈ ഹൈക്കോടതിയിലെ തന്നെ ജഡ്ജിമാരെ ഞാൻ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞാൻ ഒരിക്കലും ഹൈക്കോടതിയെ കുറ്റപ്പെടുത്തിയിട്ടില്ല. സിസ്റ്റം പ്രോസിക്യൂഷൻ സിസ്റ്റം ഏറ്റവും മോശമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കേരളമാണ്. ശരി, അത് മറ്റൊരു ചർച്ച. ഞാൻ മറ്റു അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ഡോക്ടർ ഹിതേഷ്, ഒരു തരത്തിലും നിയമപരമായ സാധുതയില്ലാത്തതാണ് താങ്കൾ പറയുന്ന ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ എന്ന് അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻപിള്ള പറയുന്നു. രണ്ടാമത്തെ കാര്യം, നിയമപരമായി താങ്കൾ ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു താങ്കൾ ചെയ്തത് എന്നും. വേണോ, ഞാൻ ചർച്ചകൾ കേട്ടു, എല്ലാവരും പറയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിക്കായിരുന്നു. പൊതുവെ ഇതിൽ ഞാനൊരു ഓഡ് വണ്ണാന്ന് തോന്നുന്നു. ഇത് എന്റെ അഭിപ്രായത്തില് സുപ്രീം കോടതിയുടെ ഈ പരാമർശങ്ങൾ നമ്മൾ വളരെ അക്കാഡമിക് നിലവാരത്തിലേക്ക് നമ്മൾ ഉയർത്തേണ്ടതാണ്. എന്ത് നമുക്ക് സംഭവിച്ചു? ഈ പ്രോസിക്യൂഷൻ ഭാഗത്താണോ അല്ലെങ്കിൽ നമ്മളുടെ എനിക്ക് സമയം കുറവുള്ളതുകൊണ്ട് എന്റെ നേരിട്ടുള്ള ചോദ്യം, അങ്ങ് നിയമപരമായി ചുമതലപ്പെട്ട കാര്യമല്ല ചെയ്തത്, ഒന്ന്. രണ്ട്, അങ്ങ് ചെയ്ത കാര്യത്തിന് നിയമസാധുതയില്ല. വേണുവിന്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നു. ശ്രീധരൻപിള്ള സാർ പറയുന്നത് തെറ്റിരുന്നില്ല. അദ്ദേഹം കേരളത്തിലെ എല്ലാ ഒരുവിധം ഡിഫൻസ് ലോയറായിട്ട് അറിയപ്പെടുന്നതാണ്. അദ്ദേഹം വളരെയധികം പ്രതികൾക്ക് വേണ്ടി സ്ഥിരം ഹാജരാവുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ ഈ പ്രതികളെ രക്ഷിക്കാനുള്ള വഴി അദ്ദേഹം നോക്കും. അത് അദ്ദേഹത്തിന്റെ പണിയാണ്. ഞാൻ തെറ്റു പറയുന്നില്ല. അദ്ദേഹം ഒരു ഡിഫൻസ് ലോയറാണ്. അദ്ദേഹം പ്രോസിക്യൂഷനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് ശീലവും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ പലപ്പോഴും അത് ഉണ്ട് എങ്കിൽ, അതായത് നമ്മൾ വായുവിൽ പറയല്ല, ഞാൻ പറയുന്ന ഈ എക്സ്ട്രാ ജുഡീഷ്യൽ കൺഫെഷൻ അയാൾ എനിക്ക് തന്നതിന് സാധൂകരിക്കുന്ന തെളിവുകൾ ശരീരത്തിൽ, സൗമ്യയുടെ ശരീരത്തിലും ഒപ്പം ഗോവിന്ദച്ചാമിയുടെ ശരീരത്തിലും ഉണ്ടെങ്കിൽ അത് തെളിവല്ലേ? പിന്നെ അതല്ല മെഡിക്കൽ എവിഡൻസ്. ശരിയാണ്. പക്ഷെ ബലാത്സംഗത്തിന്റെ കാര്യത്തിൽ അത് ശരിയാണ്. പക്ഷെ തള്ളിയിടപ്പെട്ടോ, തലക്കടിച്ചു കൊന്നോ തുടങ്ങിയ കാര്യങ്ങൾ നരഹത്യയിലേക്ക് വരുമ്പോൾ ശരീരത്തിൽ സൗമ്യ ഉണ്ടാക്കിയ മുറിവുകളുണ്ട്. അതുകൊണ്ടാണ് ബലാത്സംഗത്തിന് തെളിവുകളാണ് അതൊക്കെ. അത് ബലാത്സംഗം അവിടെ തന്നെ എപ്പോഴാണ് സംഭവിച്ചതെന്നുള്ളത് നമുക്ക് എല്ലാം ആ ഒരു ഇൻസിഡന്റിൽ നമ്മൾ പറയുന്നത്. ശരിയാണ്. അത് എങ്ങനെ കോറിലേറ്റ് ചെയ്യണം അതൊക്കെ ശരിയാണ്. ഈ മൗലികമായ ന്യൂനതയാണ് അഡ്വക്കേറ്റ് പി എച്ച് ശ്രീധരൻപിള്ളയും ചൂണ്ടിക്കാട്ടുന്നത്. എനിക്ക് അതിവേഗം ഒരു ഇടവേളയ്ക്ക് പോകണം. തിരികെ എത്തിയതിനു ശേഷം അഡ്വക്കേറ്റ് ബി ആഡൂരിലേക്കും ശ്രീമതി ഗീതയിലേക്കും ഇടവേള.